കൃഷ്ണ നമസ്കാരം, സ്വാഗതം. വിഷ്ണു സഹസ്രനാമ ജപം നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ ഈസി ആക്കുന്നു, ലൈറ്റാക്കുന്നു, എൻജോയബിൾ ആക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ആ ജപം നിത്യേന ജപിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അനുഭവത്തിൽ വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ലോകത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ മനസ്സ് കൊണ്ടും ഹെവിയാണെന്ന് പറയും, അല്ലെങ്കിൽ ടെൻഷൻ, സ്ട്രെസ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒരു മനസ്സിൽ ഭാരം, ഈ ഭാരത്തെ നമുക്ക് ഇറക്കി വയ്ക്കാൻ ഭഗവാൻ ഒരു അത്താണിയാണ് ശരിക്കും. അപ്പോൾ ഭഗവാനാകുന്ന അത്താണിയിൽ നമുക്ക് നമ്മുടെ ജീവിത ഭാരത്തെ ഇറക്കി വയ്ക്കാം. ഭഗവാൻ തന്നെ വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു നാമത്തിൽ ഭാരഭൃത് എന്ന് പറയുന്നുണ്ട്. ഭാരത്തെ വഹിക്കുന്നവനാണ് ഭഗവാനെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിത ഭാരത്തെ നമുക്ക് ലൈറ്റാക്കാൻ, ലഘൂകരിക്കാൻ ആ ഭാരം ഭഗവാനിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. കാരണം നമുക്കിപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന നമ്മൾ എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു രീതി നമ്മുടെ ആ ഒരു ചിട്ടയായ പരിശീലനത്തിലൂടെ നേടിയെടുക്കുകയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിലൂടെയും നമുക്കത് നേടിയെടുക്കാം. അപ്പോൾ എന്താണ് അവിടെ ഭഗവാൻ ഭാരം വഹിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഭാരഭൃതാണ് എന്ന് പറയുമ്പോൾ ഭഗവാൻ നമ്മുടെ ഭാരവും കൂടെ വഹിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ചാപ്റ്റർ 9 ഭഗവത്ഗീതയിൽ ഭഗവാൻ 22ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ആരാണോ മറ്റ് ചിന്തകളൊന്നും കൂടാതെ എന്നെ തന്നെ ഉപാസിക്കുന്നത് അയാളുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിച്ചു കൊള്ളാം. അപ്പോൾ നമ്മളോട് എന്താ പറയുക, ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ വേണ്ടി ഭഗവാൻ നൽകുന്ന ഒരു ഉപദേശവും കൂടിയാണ് ഇത് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളിന്ന് നോക്കുന്ന ഭാഗം വിഷ്ണു സഹസ്രനാമത്തിലെ 831 മുതൽ 840 വരെയുള്ള നാമങ്ങളാണ്. അപ്പോൾ അത് വരുന്ന ശ്ലോകങ്ങൾ അമൂർത്തിരനഘോ ചിന്തിയോ ഭയകൃദ്ഭയനാശന അണുർബൃഹത്കൃശ സ്ഥൂലോ ഗുണഭൃർനിർഗുണോ മഹാൻ അധൃതസ്വധൃത സ്വാസ്യ പ്രാഗ്വംശോ വംശവർദ്ധന. ആ ഒരു ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ 831 മുതൽ 840 വരെയുള്ള നാമങ്ങൾ വരുന്നത്. അപ്പോൾ 831 എന്ന് പറയുന്നത് അനഘ, അതായത് പാപം ഇല്ലാത്ത അല്ലെങ്കിൽ ദുഃഖമില്ലാത്ത ഭഗവാൻ, അതാണ്. അതായത് അഖം എന്ന് പറയുമ്പോൾ പാപം, ദുഃഖം എന്നൊക്കെയാണ്. അപ്പോൾ അനഘ എന്ന് പറയുമ്പോൾ പാപവും ദുഃഖവും ഇല്ലാത്തവൻ. അപ്പോൾ ഭക്തരുടെ പാപത്തെയും ദുഃഖത്തെയും ഇല്ലാതാക്കുന്നവൻ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാപങ്ങൾ എന്ന് പറയുമ്പോൾ പലതരം ദുഃഖചിന്തകളെയാണ് പാപം എന്ന് പറയുക. ആ പാപവും ദുഃഖവും ഇല്ലാതെയാക്കുന്ന ഭഗവാൻ എന്ന് പറയുമ്പോൾ അത് ഭഗവാന് സമർപ്പിക്കുക, അല്ലെങ്കിൽ ഭഗവാനിൽ ഈ ദുഃഖചിന്തകളും പാപചിന്തകളും ഒക്കെ ഇറക്കി വയ്ക്കുന്നവരുടെ യോഗവും ക്ഷേമവും ഭഗവാൻ നോക്കിക്കൊള്ളും എന്നാണ് പറയുന്നത്. ഇനി 832 അചിന്ത്യ, ചിന്തയ്ക്ക് വിഷയമല്ലാത്തവനാണ് ഭഗവാൻ. അപ്പോൾ അതായത് അവ്യക്തോയം അചിന്യോയം അവികാര്യോ അയമുച്യത എന്ന് ഭഗവത്ഗീതയിൽ 2ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. കാരണം ചിന്തകൾക്ക് വിഷയമല്ല, നമ്മൾ ചിന്തിച്ച് ഭഗവാനെ അറിയാനോ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ കൊണ്ട് അറിയാനോ ഒന്നും കഴിയില്ല. കാരണം അതിനൊക്കെ അതീതമാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനെ അറിയുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇന്നും ആളുകൾക്ക് അല്ലെങ്കിൽ ഉപാസിക്കുന്നവർക്ക് തോന്നുന്നതിന് കാരണം ഭഗവാൻ ചിന്തകൾക്ക് അതീതനാണ്. അതാണ് അചിന്ത്യ. നമ്മുടെ ചിന്തകൾ കൊണ്ട് ഭഗവാനെ അറിയാൻ പറ്റില്ല. അതിന് കൃത്യമായിട്ടുള്ള സാധനകളും അനുഷ്ഠാനവും പരിശീലനവും വേണം. എന്നാൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം അത് നേടാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാൻ അചിന്ത്യ എന്ന് പറഞ്ഞാൽ ചിന്തകൾക്ക് വിഷയമല്ലാത്തവനാണ് ഭഗവാൻ. ഒരു പ്രമാണത്തിനും ഭഗവാൻ വിഷയമല്ലാത്തവനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി 833 ഭയകൃത് എന്ന്, ഭയം ജനിപ്പിക്കുന്നവനാണ്
എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരിൽ ഭയം ജനിപ്പിക്കുന്നു എന്നല്ല അർത്ഥം. അപ്പോൾ ഭഗവാനെ അങ്ങനെ പേടിയോടുകൂടിയല്ല നോക്കേണ്ടത്. ഭഗവാനെ സ്നേഹത്തോടും ഇഷ്ടത്തോടും പ്രേമത്തോടും കൂടിയാണ് ഭഗവാനെ നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഭയകൃത് എന്ന് പറയുമ്പോൾ കൃത് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്നവൻ. അപ്പോൾ ഭയത്തെ ജനിപ്പിക്കുന്നവൻ എന്ന് പറയുന്നത് അസാൻമാർഗികമായ മാർഗത്തിലൂടെ ചരിക്കുന്നവർക്ക്, അതായത് അധാർമികമായ മാർഗത്തിലൂടെ ചരിക്കുന്നവർക്ക് ഭഗവാൻ ഭയകൃത്വമാണ്, ഭയം ജനിപ്പിക്കുന്നവനാണ്. എന്നാൽ നല്ല മാർഗത്തിലൂടെ ചരിക്കുന്നവരുടെ ഭയത്തെ ഇല്ലാതെയാക്കുന്നവനുമാണ് ഭഗവാൻ എന്ന് പറയുന്നു. ഇനി അപ്പോൾ 834 ഭയനാശനഃ എന്ന് പറയുമ്പോൾ ഭയത്തെ നശിപ്പിക്കുക, ആ ഒരു സിമ്പിളായിട്ടുള്ള അർത്ഥം തന്നെയാണ്. ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തരുടെ എല്ലാ തരത്തിലുള്ള ഭയവും, അതായത് ആപത്ത് ഭയം, മരണഭയം, ഇതൊക്കെയാണല്ലോ ഏറ്റവും വലിയ ഭയം. ഈ 2 ഭയങ്ങളെയും ഭഗവാൻ ഇല്ലാതെയാക്കും. മറ്റെല്ലാ ഭയങ്ങളും നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞത് ഭയകൃത് എന്ന് പറയുമ്പോൾ ഭയത്തെ ഉണ്ടാക്കുന്നവൻ എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നു ഭയനാശനഃ എന്ന്. 834 ഭയനാശനഃ, ഭയത്തെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ മനുഷ്യൻ സാധാരണ ശരീരത്തെ ആത്മാവാണെന്ന് ധരിച്ചിട്ട് സദാ ഭയപ്പെടുന്ന പുരുഷന് ഭയമില്ലാതാക്കാനുള്ള ഉപായമാണ് അച്യുതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ പാദങ്ങളെ ഉപാസിക്കുക എന്നുള്ളത്. അത് ഭാഗവതത്തിലെ വരികളിൽ നിന്നാണ് അത് പറയുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്ന ഈ ശരീരമാണ് നമ്മളെന്ന്, എന്നാൽ നമ്മൾ ആത്മാവാണെന്നുള്ളത്, ഈ ശരീരം തന്നെയാണ് ആത്മാവ് എന്നുള്ളൊരു തെറ്റായ ധാരണ ഉള്ളത് കൊണ്ട് നമുക്ക് പല പല തരത്തിലുള്ള ഭയത്തിന് നമ്മൾ അടിമപ്പെടുന്നു. അങ്ങനെയുള്ള മനുഷ്യനെ ആ ഭയത്തെ ഇല്ലാതെയാക്കാൻ ഉള്ള ഒരു ഉപായം എന്ന് പറഞ്ഞ ഒരൊറ്റ ഉപായമേ ഉള്ളൂ. അതായത് ഭഗവാന്റെ പാദങ്ങളെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുക, അതായത് ഭഗവാന്റെ പാദങ്ങളെ ഉപാസിക്കുക, അല്ലെങ്കിൽ ഭഗവാനെ എന്താ പറയുക പൂജിക്കുക എന്നോ, അല്ലെങ്കിൽ ഭഗവാന്റെ നാമം കീർത്തിക്കുക, നാമ സങ്കീർത്തനം എന്ന് പറയും. ഭാഗവതത്തിൽ പറയുന്ന നാമസങ്കീർത്തനം യസ്യ സർവ്വപാപ പ്രണാശനം എന്ന എല്ലാ തരത്തിലുള്ള പാപങ്ങളും. ഇപ്പോൾ ഭയം എന്ന് പറയുന്നത് ഒരു പാപമായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പാപം പോലും ഇല്ലാതെയാക്കുന്നതാണ് നാമസങ്കീർത്തനം. 835 അണുഹു, അതായത് അത്യന്തം സൂക്ഷ്മരൂപമാണ് ഭഗവാൻ. അതുകൊണ്ട് അണുവിനെ പോലെ അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന് പറയും. മുണ്ടകോപനിഷത്തിലാണ് അണോരണീയാൻ, അണുവിനേക്കാൾ സൂക്ഷ്മമായ, അണു എന്ന് പറയുമ്പോൾ ആറ്റം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനേക്കാളും ചെറുതാണ് അണോരണീയാൻ. എന്നാൽ മഹതോ മഹീയാൻ, എന്നാൽ മഹത്തായതിനേക്കാളും മഹത്തരമാണ്. ഇത് 2 തരത്തിൽ നമുക്ക് പറയാം. അണു ഏറ്റവും ചെറുതാണ്, എന്നാൽ ഏറ്റവും മഹത്തരവുമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ആത്മാവിൻ്റെ രൂപത്തിൽ പ്രാണികളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുകയും ആ കാമങ്ങളെ ജയിക്കാനും ആ ഭഗവാനെ തന്നെ അഭയം പ്രാപിക്കാം. ആത്മാവിൻ്റെ മഹത്വം അറിയുമ്പോൾ കാമക്രോധ ആദികളെ നമുക്ക് ജയിക്കാനും കഴിയും എന്നൊക്കെ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന് പറയുന്നുണ്ട്. ആ വാക്കുകൾ കഠോപനിഷത്തിലാണ് വരുന്നത്. അത് അണുവിനേക്കാളും സൂക്ഷ്മമാണ് ഭഗവാൻ, അണുവിനേക്കാളും ചെറുതും. ഏറ്റവും ചെറുതെന്ന് പറയുന്ന ആറ്റം എന്ന് പറയുന്ന അണുവിനേക്കാളും ചെറുതാണ് ഭഗവാൻ എന്നും. എന്നാൽ മഹത്തരങ്ങളിൽ ഏറ്റവും മഹത്തായതിൽ ഏറ്റവും മഹത്ത്, അതാണ് മഹതോ മഹീയാൻ എന്ന് പറയുന്നത്. അതായത് അത്യധികം സൂക്ഷ്മ സ്വരൂപമാണ്. അതുകൊണ്ട് അണുഹു എന്ന ഭഗവാൻ നാമം. ഇനി 836 ബൃഹത്ത് എന്ന് പറയുമ്പോൾ ബൃഹത്തായ, ഏറ്റവും വലുത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതിലൊക്കെ വെച്ച് ഏറ്റവും വലുതും എല്ലാത്തിനെയും ആവരണം ചെയ്യുന്നതുമായ ഭഗവാന്റെ സ്വരൂപം, അതാണ് ബ്രഹ്മസ്വരൂപം. അപ്പോൾ ബ്രഹ്മം എന്താണെന്ന് വെച്ചാൽ ബൃഹത്വാദ് ഇതി ബ്രഹ്മം എന്ന് പറയും. അതായത് എല്ലാവിടെയും നിറഞ്ഞു നിൽക്കുന്ന ബൃഹത്വാദ്
അങ്ങനെയുള്ള ആ സ്വരൂപം. ബ്രഹ്മം എന്ന പദത്തിന് ബൃഹത്വാദ് ബ്രഹ്മ എന്നാണ്. അപ്പോൾ ആ എല്ലാവരുടെയും നിറഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ശക്തി, അതാണ് ഭഗവാൻ. അതാണ് ബൃഹത്ത് എന്ന്, ഏറ്റവും വലുത്, വളരെ വലുത് എന്നുള്ള ഒരു അർത്ഥം അതിന്. ഇനി നാമം 837 കൃഷഃ ഏറ്റവും വലിപ്പം കുറഞ്ഞവൻ, വളരെ മെലിഞ്ഞ എന്നൊക്കെ പറയുന്ന രീതിയിൽ ദ്രവ്യമാണെന്ന അവസ്ഥയെ നിഷേധിച്ചിട്ടുള്ളവൻ, ഏറ്റവും വലുത്, ഏറ്റവും വലിപ്പം കുറഞ്ഞത്, ഏറ്റവും ബൃഹത്ത്, ഏറ്റവും വലിയ എന്ന് പറഞ്ഞു 836 നാമം. ഇനി 837 ഏറ്റവും വലിപ്പം കുറഞ്ഞവൻ, അതാണ് കൃഷഗാത്രൻ എന്നൊക്കെ പറയല്ലേ, മെലിഞ്ഞ ആളുകൾ, അതാണ് കൃഷഃ, ഏറ്റവും വലിപ്പം കുറഞ്ഞവനാണ് ഭഗവാൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ 838 സ്ഥൂലഃ, സർവ ആത്മകയാൽ സ്ഥൂലം എന്ന് പറയുന്നു. അതായത് എല്ലാ ദ്രവ്യങ്ങളും വിശ്വരൂപിയാണ്, എല്ലാ ശരീരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഭഗവാന്റെ രൂപം. എല്ലാ ദ്രവ്യങ്ങളും ഈ വിശ്വത്തിൻ്റെ രൂപം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്ത് കാണപ്പെടുന്ന എല്ലാ ദ്രവ്യങ്ങളും വിശ്വത്തിൻ്റെ ഭാഗം തന്നെയാണ്, പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ശരീരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഭഗവാന്റെ രൂപം. സ്ഥൂലഃ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥൂലം, നമ്മളെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നതിനാണ് സ്ഥൂലം എന്ന് പറയുക. അപ്പോൾ ഭഗവാൻ സർവത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ വിശ്വം തന്നെ ഭഗവാന്റെ രൂപമാണ്. നമ്മൾ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം എന്ന് പറയില്ലേ, അതാണ് സ്ഥൂലം. കാണുന്നത്, കാണാത്തതെന്നല്ല, കാണുന്നത് വിശ്വം, പ്രപഞ്ചം. ആ പ്രപഞ്ചം തന്നെ എല്ലാ ശരീരങ്ങളെയും ഉൾക്കൊള്ളുന്ന ആ പ്രപഞ്ചരൂപിയായിട്ടുള്ള ഭഗവാൻ, അതാണ് സ്ഥൂല രൂപം. സ്ഥൂലഃ, ഭഗവാൻ സ്ഥൂലനാണ്. വിശ്വം തന്നെ രൂപമായവനാണ്, പ്രപഞ്ചം തന്നെ രൂപമായവനാണ്. എല്ലാ ശരീരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് എല്ലാ ശരീരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഭഗവാന്റെ രൂപം. ഇനി 839 ഗുണഭൃത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഭരിക്കുന്നവൻ എന്നർത്ഥമാണ്. അപ്പോൾ ഗുണങ്ങളെ ഭരിക്കുന്നവൻ, അതായത് 3 കർമ്മങ്ങളുണ്ടല്ലോ, സൃഷ്ടി, സ്ഥിതി, സംഹാരം. അതുപോലെ സത്വരജസ്തമോ ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളെ ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയെയും സ്ഥിതിയെയും സംഹാരത്തെയും ഭഗവാൻ നിലനിർത്തുന്നു. അപ്പോൾ ഭഗവാൻ ഗുണഭൃത് എന്ന് പറയുമ്പോൾ ഗുണങ്ങളെ ഭരിക്കുന്നവൻ. ഈ 3 ഗുണങ്ങളെ, സത്വരജസ് തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴാണ് നമ്മൾ ആ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ 3 ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ, പല വിധത്തിലുള്ള ചേർച്ചകൾ വരുമ്പോൾ അവിടെ അതാണ് പല സ്ഥാവര ജംഗമ വസ്തുക്കളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ജീവികളിൽ തന്നെ ഈ ഗുണങ്ങൾ, ഈ 3 ഗുണങ്ങൾക്കനുസരിച്ച് സ്വഭാവത്തിൽ തന്നെ സ്വഭാവഗതിയും വരുത്തുന്നത് ഭഗവാനാണ്. അപ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവഗതി, ജീവികളിൽ സ്വഭാവഗതിക്ക് ഏറ്റക്കുറച്ചിലുകൾ വരുന്നത് ഒക്കെ ഈ സത്വരജസ് തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അത് കൂടിയും കുറഞ്ഞിരിക്കുമ്പോഴാണ് എന്നൊക്കെ നമ്മൾ ഈ സ്പിരിച്വലായിട്ടുള്ള പല പഠനങ്ങളിലും നമുക്കിത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 840 നിർഗുണഃ, അതായത് ഒരു ഗുണത്തിനും അധീനമാകാതെ ഗുണാതീതനാണ് നിർഗുണൻ. ഒരു ഗുണത്തിനും അധീനനല്ല ഭഗവാൻ, എല്ലാത്തിനും അതീതനാണ്. അതാണ് ഗുണ അതീതൻ. ഗുണത്തിനൊക്കെ മുകളിലാണ് ഭഗവാൻ, അതാണ് നിർഗുണ. ഒരു ഗുണത്തിനും അധീനമാകാത്ത ഭഗവാൻ, ഗുണാതീതൻ എന്ന് പറയാം, അതാണ് നിർഗുണൻ. അപ്പോൾ ഒരു പ്രത്യേക രൂപം പോലും നമുക്ക് ഭഗവാന് ശരിയായിട്ടുള്ള ഭഗവാനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിർഗുണ രൂപം എന്ന് പറയും. അപ്പോൾ ഗുണങ്ങൾക്കൊക്കെ അതീതനാണ് ഭഗവാൻ അങ്ങനെ ഒരു രൂപം തന്നെ കൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയും. ഇപ്പോൾ സഗുണോപാസന, നിർഗുണോപാസന എന്നാണ്. സഗുണോപാസന എന്ന് പറയുമ്പോൾ ഒരു രൂപത്തിൽ നമ്മൾ ഉപാസന ചെയ്യുമ്പോൾ, ഒരു രൂപത്തെ നോക്കിക്കൊണ്ട്, ഒരു രൂപത്തെ കണ്ടുകൊണ്ട് നമ്മൾ പൂജകളും അല്ലെങ്കിൽ നമ്മുടെ
ഉപാസനയൊക്കെ ചെയ്യുമ്പോൾ അതാണ് സഗുണോപാസന. നിർഗുണോപാസന എന്ന് പറയുമ്പോൾ ആ രൂപത്തിന് അതീതമായിട്ട് ഭഗവാനെ കാണാൻ കഴിയുക. അപ്പോൾ ഒരു രൂപത്തിൽ ഭഗവാൻ ഒതുങ്ങി നിൽക്കുന്നില്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അനന്തബോധശക്തിയായിട്ടുള്ള ഭഗവാനെ അങ്ങനെ ഒരു രൂപത്തിൽ നമുക്ക് നിർത്താൻ കഴിയില്ല. അതാണ് ഭഗവാൻ നിർഗുണൻഹ എന്ന് പറയും. ഒരു ഗുണത്തിനും അധീനമാകാതെ ഗുണാതീതനാണ് ഭഗവാൻ. ഗുണങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. അപ്പോൾ 140 വരെയുള്ള നാമങ്ങൾ ഭഗവാന് സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായി സമർപ്പയാമി. അപ്പോൾ നമ്മളിന്ന് നോക്കിയ ഭാഗം 831 മുതൽ 840 വരെയുള്ള ഭാഗമാണ്. അതായത് അമൂർത്തിരാനഘോ അചിന്ത്യോ ഭയകൃദ്ഭയനാശന അണർബൃഹത്കശസ്ഥൂലോ ഗുണഭൃത് നിർഗുണോ മഹാൻ അധൃതസ്വധൃതസ്വാസ്യ പ്രാഗ്വംശവംശവർദ്ധന. ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഇത് വരുന്നത്. അപ്പോൾ 831 മുതൽ 840 വരെയുള്ള നാമങ്ങൾ ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ.